Happy birthday to you. Happy birthday to you. ഡാഡി നമ്മളെല്ലാരും ഡിന്നറിന് പോണ്ടേ? ഒരാള് മതി. ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ ഫാൻസ് ആണ്. പൊങ്ങി എങ്ങനെ അപ്പൊ റിയാക്ഷൻ കാണിച്ചോ? അയ്യടാ ഇതെന്താ റിയാക്ഷനാ? ഹായ് ഗായ്സ്, ഗുഡ് മോർണിംഗ്, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. ഇന്ന് നമ്മുടെ ഹാപ്പി സ്റ്റോറിൽ മിഡ് നൈറ്റ് സെയിൽ വരെ നടക്കുവാണ്. സോ ദാറ്റ്സ് ലൈക്ക് ഈ ഫ്രൈഡേ സാറ്റർഡേ രാത്രി 12 മണി വരെ ഓപ്പൺ ആണ്. സോ വരുന്നവർക്ക് നമ്മൾ പ്ലം കേക്കും ജ്യൂസും ഒക്കെ കൊടുത്ത് വെറുതെ ഒരു ക്രിസ്മസ് ഫീൽ കൊണ്ടുവരുവാണ്. സോ നമ്മുടെ ഫുൾ ടീം അവിടെയുണ്ട്. ജെഫറിന് വെച്ച് റീൽ എടുക്കണമെന്നുണ്ട്. പക്ഷെ അതിനൊക്കെ ഉപരി ഇന്ന് മമ്മിയുടെ പ്രിയയുടെ അമ്മയുടെ ബർത്ത്ഡേ ആണ്. സോ ഗ്രാൻഡ് സെലിബ്രേഷൻ ഒന്നിനും സമയം കിട്ടിയില്ല. ഞാൻ പറഞ്ഞില്ല, ഇന്ന് രാവിലെ ട്രിവാൻഡ്രത്തിന് എത്തിയതേ ഉള്ളൂ. സോ ഒരു കേക്ക് വാങ്ങിയിട്ടുണ്ട്. അത് ഷുഗർ ഫ്രീ കേക്കാണ്. സോ ഡാഡിയും കാണും, എല്ലാവരും കൂടെ ആരും കേക്ക് മുറിക്കാം. എന്നിട്ട് അവിടുത്തെ കുറച്ച് പരിപാടികളായിരിക്കും ഇന്നത്തെ വ്ളോഗ്. ഈയിടെയായിട്ട് കൂടുതൽ ഫാമിലി വ്ളോഗ് അല്ലേ. പക്ഷെ അത് കഴിഞ്ഞ് ഉടനെ തന്നെ ഭയങ്കര വലിയ ട്രാവൽ, ലൈക്ക് നെക്സ്റ്റ് വീക്ക് തന്നെ ഞങ്ങളുടെ ഭയങ്കര വലിയ ട്രാവൽ സീരീസ് തുടങ്ങുവാണ്. അതിട്ട് പിന്നെ ഒരുപാട് ട്രാവൽ സീരീസ് വരുന്നുണ്ട്. സോ എനിവേ, വെൽക്കം ടു അവർ ന്യൂ വ്ളോഗ്. കേക്ക് ഉണ്ടല്ലോ, ഞാൻ ജുഗർ എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്നാണ് വാങ്ങിയത്. ടേസ്റ്റ് വൈസ് നമ്മുടെ നോർമൽ കേക്സിന്റെ അത്രയൊന്നും ഒബ്വിയസ്ലി കൊള്ളില്ല. പക്ഷെ ഷുഗർ പേഷ്യൻ്റ് ആണ്, കണ്ട, ഷുഗർ പേഷ്യൻസിന് കഴിക്കാൻ പറ്റും. 100% എനിക്ക് ഗ്യാരണ്ടി ആണ്. ഇത് ഡയബറ്റിക് ആൾക്കാർക്ക് കഴിക്കാൻ പറ്റും. പക്ഷെ ലോ കാലറി ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ല. കാരണം ഇതിൽ ബട്ടർ, ക്രീം അതൊക്കെ ഉണ്ട്. ഷുഗർ മാത്രം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് ആർട്ടിഫിഷ്യൽ ഷുഗർ വെച്ച് അവർ ചെയ്യുന്നതാണ്. അവരുടെ സ്പെഷ്യൽ കോമ്പിനേഷൻ ആണ്. സോ ഷുഗറിന്റെ കേക്ക് ആൻഡ് കമ്പാരിറ്റീവ്ലി എക്സ്പെൻസീവ് ആണ്. ഇതിന് ഞാൻ കൊടുത്തത് സ്വിഗ്ഗിയിൽ ഓർഡർ ചെയ്തപ്പോൾ എത്രയായിരുന്നു? ഏകദേശം 750 രൂപയും കണ്ട് ഞാൻ കൊടുത്തിരിക്കുന്നത്. സോ കമ്പാരിറ്റീവ്ലി കുറച്ച് എക്സ്പെൻസീവ് ആണ്. 1/2 കിലോ ആണ്. പക്ഷെ ഐ തിങ്ക് സോ ഇപ്പൊ ഡാഡി മമ്മിക്കൊക്കെ ഏറ്റവും നന്നായി എൻജോയ് ചെയ്ത് കഴിക്കാൻ പറ്റിയാണ് ഷുഗറിന്റെ കേക്ക്. Happy birthday to you. Happy birthday to അതേ വന്ന് you. Happy birthday dear mommy. Happy birthday to you. എന്തൊക്കെ പറഞ്ഞ പിടിച്ചിരുത്തിയറിയോ? ഡാഡി വന്നപ്പോ നിങ്ങളെങ്ങനെയാ വന്നത്? ഡാഡി ആണ് എന്നോട്, ഞാൻ എന്താ പറയണ്ടേ, ഓട്ടോ ബുക്ക് ചെയ്യാൻ ഞാൻ ഫോണും കൊണ്ട് പോയി. അപ്പൊ വെരി വെരി ഹാപ്പി റിട്ടേൺസ് അവരുടെ മമ്മി. കേക്ക് ഫ്ലോപ്പ് ആയി, പാർവതി തിരിച്ചു വെച്ചു. പക്ഷെ ഷുഗർ ഫ്രീ ആണ് കേക്ക്. കേക്ക് ഷുഗർ ഫ്രീ. ഡാഡി 1/2 കിലോ കഴിച്ചാലും ഷുഗർ കൂടില്ല കേട്ടാ. ഷുഗർ ഫ്രീ കേക്കാ. ഇതെന്താ? അല്ല അതിന് കേക്കിലേക്കല്ലേ? അതാണ് കേക്ക് ഇങ്ങനെ ആയത്. ജെഫ്രി കേക്കിന്റെ വെള്ളക്ക് വീണതാട്ടോ ഇത്. ഡാഡി നമ്മളൊക്കെ വെളിയിൽ കൊണ്ട് വെയിറ്റ് ചെയ്യാ ഡിന്നറിന്. ഡാഡി നമ്മളെല്ലാരും ഡിന്നറിന് പോണ്ടേ? നമ്മള് കൊണ്ടുപോയി നമ്മള് കഴിക്കും ഡാഡിക്ക്. ആ അതെ. പക്ഷെ നമ്മളിവിടെ ഇല്ലല്ലോ, നമ്മളില്ലല്ലോ. പ്രിയ ഇല്ല. ഇന്നത്തെ പ്രിയ ഉണ്ടായാലും മതി. അതെ. ഡാഡി 1/2 കിലോ കഴിക്കാം കേട്ടാ. ഷുഗർ ഫ്രീ ആണ്. അതുകൊണ്ട് സ്പെഷ്യൽ ഓർഡറിൽ കൊണ്ടുവന്നോ. ഡാഡി ഉണ്ടല്ലോ വയറ് അത് വെക്കാറ്.
ഇതാ ജെഫ്രിനെ ഞാൻ ഇതുവരെ കണ്ടതിൽ ഏറ്റവും ലുക്ക് ഇന്നാ. ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു അല്ലേ? ഒരു ഡേറ്റ് ഉണ്ടായിരുന്നു. അത് ഉടനെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ പ്രതീക്ഷിക്കാം. ഓസ്ട്രേലിയയിലൊക്കെ ആരൊക്കെയോ കൊണ്ടുപോയി കൊടുത്ത ക്ലാസ് ഒക്കെ വെച്ച് വലിയ സ്റ്റൈലിൽ നടക്കും ആള്. 2 മണിക്കൂർ എടുത്തില്ല വരാനായിട്ട്. ആര്? ഞാൻ ഷട്ടിൽ കളിക്കാൻ പോയി. ഞങ്ങൾ ഇവിടെ നിർത്തിയിട്ട് ഇത്രയും പേര് ഇവിടെ നിർത്തിയിട്ട് നാടുണ്ടോ? ഹെൽത്ത് ഇസ് വെൽത്ത്. സർപ്രൈസ് സർപ്രൈസ്. പ്രിയക്ക് ആകെ കണ്ടില്ലല്ലോ, എന്റെ ഫ്രണ്ടിനെ കണ്ടല്ലോ. ഇനി ഫ്രണ്ട് ഇല്ലാന്ന് പറയില്ല. എനിക്ക് ഫ്രണ്ട് ഇല്ലാന്ന് പറഞ്ഞു. ഒരാളേ ഉള്ളു കേട്ടോ. മതി അല്ലേ? ഓ സിൻസിയർ ആയ ഒരാളും മതി. മതി. എനിക്ക് ഒരാള് മതി. ഫ്രണ്ട്സിനെക്കാളും കൂടുതൽ ഫാൻസ് ആണ്. ഓ അയ്യോ പൊങ്ങി. ഇത് നീതുന്റെ മോളാണ്. ഭയങ്കര ഡാൻസർ ആണ്. അറിയാം, നമ്മൾ കണ്ട് കാണിച്ചിട്ടുണ്ട്. ഞങ്ങൾക്ക് വേണ്ടി ഇടയ്ക്ക് ഡാൻസ് ഒക്കെ ചെയ്ത് തരണം കേട്ടാ. ഞാൻ വരുന്നുണ്ട് വീട്ടില്. വെള്ളം കുടിക്കും കേട്ടാ. ഇത് 1.5 അഭിനയ. സമയം വരുമ്പോ മാത്രമേ വരുള്ളൂ. ഇങ്ങനത്തെ റീൽസും ക്രിയേറ്റിവിറ്റി ഒക്കെ നിങ്ങൾ ഇവിടെ മാത്രമേ കാണുള്ളൂ അല്ലെ? സ്വന്തം ഷോപ്പിൽ അഭിനയിക്കുമ്പോ ചിരിക്കണം, സീരിയലിലും സിനിമയിലൊക്കെ അഭിനയിക്കുമ്പോ കുഴപ്പമില്ല. അതെ, ഇത് ഫണ്ണി റീലാണ്. എങ്ങനെയാണ് ഞങ്ങൾ കസ്റ്റമേഴ്സിനെ കൊണ്ട് ഗുഡ് റിവ്യൂ എടുപ്പിക്കുന്നതെന്ന്. അല്ലെങ്കിൽ 5 സ്റ്റാർ ഗൂഗിൾ റിവ്യൂ കിട്ടിയില്ലെങ്കിൽ ഞങ്ങൾ എങ്ങനെയാ ഇപ്പൊ കിട്ടും. അവരെയൊക്കെ പ്രിയാണ് ഡയറക്ടർ കേട്ടാ. ഇൻവോൾവ് ആവുന്ന സമയത്ത് ഉണ്ടല്ലോ, ഈ ഡ്രസ്സിന്റെ എടുത്തു കൊടുക്കാനുള്ള മെയിൻ ആള് ദിയാണ് കേട്ടോ. ഭയങ്കര എങ്ങനെയെങ്കിലും ആ ഡ്രസ് ഇടിപ്പിക്കണം. എന്താ ഇടിപ്പ ഇടുന്നില്ല ചേച്ചി? ഇത് ഇടാൻ പറ പ്രിയന്റെ. നെക്സ്റ്റ് നോക്ക്, ഞാൻ പറഞ്ഞത് ഫിറ്റ് ഇടാൻ പറ. മാറ്റി വെച്ചിരിക്കുക. ജെഫ്രിന്റെ അപ്പനെ കിടക്കുന്നേ ഉള്ളു കേട്ടാ. ഫുഡ് കഴിക്കാൻ ആ എന്താ വേണ്ട? എല്ലാം ഇഷ്ടമാ. ഛർദി പോയിട്ടില്ല എപ്പോഴും. എല്ലാം റെഡി ആയി കഴിക്കും. പ്രിയ അഭിനയിപ്പിച്ചെടുത്താട്ടാ. 6 റിയാക്ഷൻസ് ആണ് വേണ്ടത്. റിയാക്ഷൻ വരാണ്ടിരിക്കാൻ വേണ്ടി ഞാൻ ഒറ്റ റിയാക്ഷൻ. പ്രിയ എന്നോട് ഒരു ഒറ്റ റിയാക്ഷൻ പറഞ്ഞിട്ടുള്ളൂ, അത് മാത്രം ഞാൻ കാണിക്കുള്ളൂ. പ്രിയ എന്നോട് 3 റിയാക്ഷൻ പറഞ്ഞ്, അതെ ഇത് എന്നെ 3 പ്രാവശ്യം പറഞ്ഞിട്ടുണ്ട്. ഞാൻ അത് കാണിക്കുള്ളൂ. ഡയറക്ടർ പറയണതേ ഞാൻ കേൾക്കുള്ളൂ. അതൊക്കെ അത്രേ ഉള്ളൂ. അതെ, പ്രിയനെ അടുപ്പിക്കാതിരിക്കുന്ന നല്ലത്. വീഡിയോ എടുക്കുന്ന ടൈമില് ഒരു ഐഡിയ ഇല്ല. അഭിനയിക്കാൻ മാത്രം വിളിക്കുക. അഭിനയിപ്പിച്ച് കാണിച്ചു കൊടുക്കണം. എങ്ങനെ അഭിനയിപ്പിക്ക? അപ്പൊ റിയാക്ഷൻ കാണിച്ചു. അയ്യടാ, ഇതെന്താ റിയാക്ഷനാ? എടുക്കെടുക്ക, സമയമില്ല. ആദ്യത്തത് അടിപൊളിയാ ബേബി. വേറെ ഏതെങ്കിലും പേര് പറയാൻ നിങ്ങൾ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ബേബീസ് അല്ലേ? വിറയ്ക്കുന്നു കൈ. ബേബി തോമസ് അടിപൊളിയാ ബേബി, അതെടുത്തോ. ഇനി നമ്മുടെ സീരീസ് വെളിയിൽ ആക്ടേഴ്സ് ഒന്നും വേണം കേട്ടോ. ഏത് കഴിവാ ഇവിടെ. പേയ്മെന്റ് ഒന്നും കിട്ടത്തില്ല കേട്ടോ, നേരത്തെ പറഞ്ഞേക്കാം. ഡെഫിനല്ലേ പേയ്മെന്റ് എത്ര റെമ്യൂണറേഷൻ നൈറ്റ് സെയിലിന് വാങ്ങിയ ഗ്രേപ്പ് പ്ലം കേക്കും ജ്യൂസൊക്കെ അതെ നമ്മുടെ ആൾക്കാർ തന്നെയാ തീർക്കുന്നത് കേട്ടാ. എനിക്ക് കൊടുക്കാം. ഓക്കെ, എല്ലാം ഒറ്റ ടേക്ക് കേട്ടാ. എന്റെ അമ്മ, നിങ്ങൾ ഈ റീല് മറക്കാതെ കാണണേ. അത് ശരിക്കും പ്രേമിച്ച എക്സ്പീരിയൻസ് ഉള്ളതുകൊണ്ടാ ജീവിക്കാണ്. ഭയങ്കര അഭിനയം. ഗൈസ്, അപ്പൊ 12 മണി മുകളിൽ ഇറങ്ങുവാണ്. നാളെയും കൂടെ രാത്രി 12 മണി വരെ ഉണ്ട്. എല്ലാരും വരുക. കുറെ പ്ലം കേക്കും ജ്യൂസ് ബാക്കിയുണ്ട്. സോ നാളെ കൂടെ നമ്മളെ മിഡ് നൈറ്റ് സെയിൽ ഓപ്പൺ ആയിരിക്കും. ഇന്നിപ്പോ
ഇനിയിപ്പോ ഡാഡി വളരെ മോശമായി പോട്ടാ ട്രീറ്റ് ചെയ്യാത്തത്. ഡാഡി 10-ാം തീയതി ചെയ്യും. എനിക്ക് കഥയുന്ന സമയം കേട്ടോ ഒരൊറ്റ മുങ്ങില്. ഡാഡി 10-ാം നിങ്ങൾ എല്ലാരും കഴിക്കുക എനിക്കത് കണ്ടോണ്ടിരിക്കണം എന്ന്. ആ അതാണ് വിഷമം. അപ്പൊ നമുക്ക് പോയി പ്രിയയുടെ ട്രീറ്റ് എന്നാ ആയിക്കോട്ടെ. സിലോൺ ബേക്ക് ഹൗസ് ഇടിയപ്പവും കളറും ചേർത്ത ചില്ലി ചിക്കൻ. രണ്ടു ദിവസം കളർ നിൽക്കും കൈ. ജെഫ്രിനൊന്നും വേണ്ടെന്ന് പറയുന്നുണ്ട്, അഭിനയിച്ച് ക്ഷീണമായിരുന്നു. അതെ, ഇവിടുന്ന് കൊറേ കേക്ക് കഴിച്ചേ. ജെഫ്രി അപ്പൊ ഗുഡ് നൈറ്റ്. അപ്പൊ ശരി, അത് നമുക്ക് നാളെ കാണേ. നാളെ രാവിലെ ഒരു ഷൂട്ട് കൂടെ ഉണ്ട് എന്റെ ബാക്കി. ജെഫ്രിന് ബിരിയാണി വാങ്ങിച്ചു കൊടുക്കണമെന്ന്. അവിടെ സിലോൺ ബേക്ക് ഹൗസിൽ കിട്ടും ബിരിയാണി. എനിക്ക് ബിരിയാണി അല്ല വേണ്ടത്. ഇടിയപ്പം ചില്ലി ചിക്കൻ. അതാ എന്നാലേ നാളെ അഭിനയിക്കാൻ പറ്റുന്നു. എങ്കിലേ നാളെ അഭിനയിക്കുള്ളൂ. എങ്കിലേ നാളെ വരുള്ളൂ. ഒരു മണിക്കൂറിന് 5000 രൂപ ബിരിയാണിയും. 5000 രൂപ ഒരു മണിക്കൂറിന് 5000 രൂപ ബിരിയാണി. എവിടെ കിട്ടും ഇങ്ങനത്തെ ഒരു പ്രൊഫഷണൽ നടൻ? വരല് വരെ അഭിനയിക്കും, അറിയോ? ഒറ്റ ടേക്ക്. പിന്നെ ശില്പയൊക്കെ ഫാനായി. ഇപ്പൊ ഫാൻ അസോസിയേഷൻ തുടങ്ങാനുള്ള പ്ലാനിങ് ആയി. സാറ് നന്നായി കഴിച്ചോട്ടാ, നന്നായി നന്നായി പണിയെടുത്തതല്ലേ. അതെ, ഇടിയപ്പം ഇല്ല കേട്ടാ, ബിരിയാണി ഇല്ല. ഇടിയപ്പം ഇല്ല, ബിരിയാണിയും ഇല്ല. ഇതാണ് രാത്രിയിലെ പ്രശ്നം. കുറച്ചും കൂടെ നേരത്തെ ആയിരുന്നെങ്കിൽ കാരവനിലും പോവായിരുന്നു. അതും അടച്ചു. ഡയറക്ടർ ഭയങ്കര സ്ലോ ആയിരുന്നു. എന്തിനു ഡയറക്ഷൻ അല്ലേ? ആക്ടർ ഒറ്റ ടേക്കില്, ഡയറക്ടറിന് വേണം 3 ടേക്ക്. ആദ്യത്തെ ടേക്കില് ഞാൻ വിചാരിക്കും എന്തെങ്കിലും വരുന്നു, വന്നില്ല. രണ്ടാമത്തെ ടേക്കിൽ ചോദിച്ചു ഓക്കെ ഇത് പോട്ടെ, വേറെ എന്തെങ്കിലും വരട്ടെ, അതിലും വരില്ല. അപ്പൊ പിന്നെ ഓരോ ടേക്ക് എടുക്കുമ്പോഴല്ലേ ഇമ്പ്രൂവ് ചെയ്ത് വരുള്ളൂ. അപ്പൊ 10 ടേക്ക്. അല്ല, ഇതിന് ആൻസർ ഉണ്ട്, പക്ഷെ ഇപ്പൊ വേണ്ട, കാരണം വീഡിയോ നീട്ടം വന്നില്ല. പിന്നെ പറയാം. ആ റീല് കാണുമ്പോ ആൾക്കാർ കുറവില്ല കേട്ടാ. കളറുണ്ട് കേട്ടോ, നല്ല കളറുണ്ട്. എല്ലാരും സെറ്റ് ആയിക്കോളും നാളത്തേക്ക്. ചില്ലി ചിക്കൻ നല്ല റെഡാ. അതുമല്ല 2 ദിവസം കാണുന്നു ഹാങ് ഓവർ. ഈ ജെഫ്രിന് എങ്ങനെയെങ്കിലും പ്രിയനെ കൊണ്ട് ബില്ല് കൊടുപ്പിക്കണം, എന്നാലും ജെഫ്രിന് മനസ്സിനൊരു സുഖം. പ്രിയ ബില്ല് കൊടുക്കുമ്പോഴത്തേക്ക് ഇനി നമുക്ക് അടച്ചല്ലെങ്കിൽ അതുകൂടെ പോവായിരുന്നു. അപ്പൊ ഗൈസ്, ഇന്നൊരു ചെറിയൊരു സെലിബ്രേഷൻ വ്ളോഗ് ആയിരുന്നു. ഫുൾ ടൈം ചെയ്തത് നിങ്ങൾക്ക് വ്ളോഗിൽ നടന്ന വല്ല മനസ്സിലായില്ലോ എന്നറിയില്ല, പക്ഷേ ഇറ്റ് വാസ് എന്നാൽ ഭയങ്കര ഫൺ ആയിട്ടുള്ള ഒരു ദിവസമായിരുന്നു. സോ ഇന്ന് December 7th കൂടെ നമ്മൾ രാത്രി 12 മണി വരെ ഒരു ഹാപ്പി സ്റ്റോർ ഓപ്പൺ ആണ്. സോ പ്ലീസ് ഡു കം ആൻഡ് എൻജോയ് വിത്ത് us. നമ്മളവിടെ എല്ലാവരും നിങ്ങൾക്ക് വേണ്ടി വെയിറ്റിംഗ് ആയിരിക്കും. എന്തായാലും വേറൊരു നല്ല വ്ളോഗിൽ കാണാം. അതുവരെ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി, ബൈ ബൈ.